യെസ്, ഇത് ബിസിനസ്സിലുള്ളവരോടാണ്, ജീവനക്കാരോടാണ്. വീടിനെയും ബിസിനസ്സിനെയും രണ്ടായി നിർത്തണം. ഈ രണ്ട് സാഹചര്യങ്ങളെയും രണ്ടായി തന്നെ നിർത്തണം. ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കരുത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു ആനപ്പാപ്പാൻ ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറോളം അദ്ദേഹം ആനയുടെ കൂടെ തന്നെയാണ്. അപ്പൊ ഈ ആനയോട് സംസാരിക്കുന്ന സമയത്ത്, ആന ഒരു വന്യജീവിയാണ്. അപ്പൊ ആനയോട് സംസാരിക്കുന്ന സമയത്ത് ആനയോട് ഇങ്ങനെയാണ് പറയാ, ഇവിടെ വായനെ, ഇവിടെ നിൽക്കാനെ, ഇവിടെ കെടുക്കാനെ എന്നൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാകുക. അത് കഴിഞ്ഞ് ഈ ആനയെ അവിടെ കൊണ്ടൊരു മരത്തിൽ കെട്ടിയതിന് ശേഷം ആള് വീട്ടിൽ പോയിട്ട് ഇവിടെ വാടി എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ആ ആനപ്പാപ്പാനെ ആനയുടെ അടുത്ത് പോയിട്ട് ഭാര്യയോട് സംസാരിക്കുന്ന പോലെ ഒന്ന് വരുമോ, ഇവിടെ നിന്ന് കെടുക്കോ എന്ന് പറയാൻ പറ്റുമോ? ഇത് രണ്ടും രണ്ടാണ്. ഇത് ഞാൻ ഫണ്ണായിട്ട് പറയുന്നെങ്കിലും ആനക്കാരന്റെ ജോലിക്കകത്തുള്ള സ്ട്രെസ്സും പ്രശ്നങ്ങളും എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. അതുപോലെ വീടിനകത്തുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇമോഷൻസിനെയും നമ്മൾ ജോലിക്കും കൊണ്ടുവരരുത്. ഇവിടെ രണ്ടിനും നല്ല കൃത്യമായിട്ട് ഡിസ്റ്റിങ്വിഷ് നിർത്താനുള്ള കഴിവ്, അതിനെയാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ പറയുന്നത്. വർക്കിനകത്തും ലൈഫിനകത്തും വേണ്ട വിധത്തിലേക്ക് മാറാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കാരണം ഓരോ സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. ശരിയല്ലേ?